ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്ന യൂണിറ്റ് ടെസ്റ്റിൻ്റെ ആൻസേഴ്സ് ആണ് കേട്ടോ ഈ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇഫ് ദ ത്രീ സൈഡ്സ് ഓഫ് വൺ ട്രയാങ്കിൾ ആർ എക്സാക്ട്ലി ഈക്വൽ ടു ദ ത്രീ സൈഡ്സ് ഓഫ് അനദർ ട്രയാങ്കിൾ ദെൻ ദെയർ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ. അതായത് ഇപ്പം നമുക്ക് ഒരു രണ്ട് ട്രയാങ്കിൾസ് തന്നാൽ അതിൻ്റെ ഈക്വാലിറ്റി ഒക്കെ എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം അല്ലേ. അത് നമ്മൾ മലയാളം മീഡിയം കുട്ടികൾക്ക് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ വായിക്കുന്നത്. ഒരു ത്രികോണത്തിൻ്റെ 3 വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ 3 വശങ്ങൾക്ക് തുല്യമാണ് എങ്കിൽ തുല്യ വശങ്ങളുടെ എതിർ കോണുകൾ എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ രണ്ട് ട്രയാങ്കിൾസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ രണ്ട് ട്രയാങ്കിൾസ് ഞാനിവിടെ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കാം കേട്ടോ. ഓക്കെ, ഇവിടെ ഇതെന്താണ്, ഈ സൈഡും ഈക്വൽ ആവുക, ഈ സൈഡും ഇവിടെയും ഈക്വൽ ആവുക, ഇവിടെയും ഇതും ഈക്വൽ ആണെന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത് അല്ലേ. ഓക്കെ, സൈഡ്സ് ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ്സ് മറ്റേ ട്രയാങ്കിളിൻ്റെ സൈഡ്സിനോട് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ദെൻ ദെയർ കറസ്പോണ്ടിങ് ആംഗിൾസ്. കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ എതിരെയുള്ള ആംഗിൾ, അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്താണെന്നാണ്, അത് ഈക്വൽ ആണ് അഥവാ തുല്യമാണ് എന്നാണ് അല്ലേ. നമ്മളത് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ കറസ്പോണ്ടിങ് ആംഗിൾസ് അവിടെ ഈക്വൽ ആവുന്നുണ്ട്, അതിൻ്റെ എതിരെയുള്ള കോണുകൾ ഈക്വൽ ആണെന്നുള്ളത് നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് വരുന്നത്, തുല്യമാണ് എന്നാണ് വരുന്നത്. ഓക്കെ, സെറ്റാണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇൻ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ പി ക്യു ആർ ഇറ്റ്സ് ഗിവൺ ദാറ്റ് എ ബി സി ഈക്വൽ ക്യു ആർ, ബി സി ഈക്വൽ ആർ പി ആൻഡ് എ സി ഈക്വൽ പി ക്യു. വിച്ച് ആംഗിൾ ഇൻ ട്രയാങ്കിൾ പി ക്യു ആർ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അതായത് ഇവിടെ പലർക്കും കൺഫ്യൂഷൻ ആവുന്നത്, ഇവിടെ ട്രയാങ്കിൾസ് നമുക്ക് തന്നിട്ടില്ല, അതുകൊണ്ടുള്ള കൺഫ്യൂഷനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇമാജിനേഷനിൽ രണ്ട് ട്രയാങ്കിൾസ് വരയ്ക്കാം. ഇതാണ് ട്രയാങ്കിൾ എ ബി സി, ത്രികോണം എ ബി സിയും ത്രികോണം പി ക്യു ആറും ആണിത്. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? എ ബിയും എ ബി സി ഈക്വൽ ക്യു ആർ ആണ് തന്നിട്ടുണ്ട്. പിന്നെയോ ബി സി ഈക്വൽ ആർ പി ആണെന്ന് തന്നിട്ടുണ്ട്. എ സി ഈക്വൽ പി ക്യു ആണെന്ന് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇനിയും നമുക്കിപ്പോൾ ഇങ്ങനെ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് ഏതൊക്കെയാണെന്ന് എഴുതുന്ന സമയത്ത് ഇപ്പോൾ നോക്കി നിങ്ങൾ, എ ബി എന്ന ഈ സൈഡിനോട് ഈക്വൽ ആയിട്ടുള്ളത് ക്യു ആർ എന്ന ഈ സൈഡാണ് അല്ലേ. അതേപോലെ ബി സി എന്ന ഈ സൈഡിനോട് ഈക്വൽ ആയിട്ടുള്ളത് ആർ പി എന്ന ഈ സൈഡാണ്. ഓക്കെ, ഇനി ഏതാണ് പറയുന്നത്? എ സി എന്ന ഈ സൈഡിനോട് ഈക്വൽ ആയിട്ടുള്ളത് പി ക്യു എന്ന ഈ സൈഡാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ 3 സൈഡുകൾ ഈക്വൽ ആകുമ്പോൾ, 3 വശങ്ങൾ ഈക്വൽ ആകുമ്പോൾ അതിൻ്റെ ഏത് ഭാഗമാണ് അല്ലെങ്കിൽ ഏത് ആംഗിളാണ് ഈക്വൽ ആവുക എന്നുള്ളത് നമുക്കറിയാം അല്ലേ. നേരത്തെയുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടു കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്, അഥവാ അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന നേരെ എതിർവശത്ത് കിടക്കുന്ന കോണുകളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കോൺ ബിയുടെ ഓപ്പോസിറ്റ്, കോൺ ബിയോട് ഈക്വൽ ആയിട്ടുള്ള കോൺ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ബി എന്ന് പറയുമ്പോൾ ഇവിടെയാണ്. അപ്പോൾ ഈ ബിയുടെ നേരെ എതിരെയുള്ള വശം ഏതാണ്? എ സി അല്ലേ. യെസ്, എ സി ഈക്വൽ പി ക്യു എന്നല്ലേ. അതായത് എ സിയുടെ നേരെ എതിരെയുള്ള എ സി ഈക്വൽ പി ക്യു എന്നതിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? കോൺ ബി എന്ന വശം, എ സിയുടെ നേരെ എതിരെയുള്ള ബി എന്ന വശവും പി ക്യുവിൻ്റെ നേരെ എതിരെയുള്ള ആർ എന്ന വശവുമാണല്ലോ ഇവിടെ ഈക്വൽ ആയിട്ടുള്ളത്. സോ ദ ആൻസർ ഈസ് ആംഗിൾ ആർ എന്നാണ് വരുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ട് ത്രികോണങ്ങളുണ്ട്, ത്രികോണം എ ബി സിയും പി ക്യു ആറും ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ തുല്യമായിട്ടുള്ള വശങ്ങൾ ഏതൊക്കെയാണെന്ന് തന്നിട്ടുണ്ട് നമുക്ക്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ തുല്യമായിട്ടുണ്ട്, രണ്ട് ത്രികോണങ്ങളിലും തുല്യമായിട്ടുള്ള വശങ്ങൾ തന്നാൽ അത് എന്താണ്? രണ്ടും തുല്യ ത്രികോണങ്ങളാണ് അല്ലേ. അപ്പോൾ ഇവിടെ കോൺ ബിനോട് തുല്യമായിട്ടുള്ള കോൺ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എ ബി സിയിലെ കോൺ ബിനോട് തുല്യമായിട്ടുള്ളത് പി ക്യു ആറിലുള്ള കോൺ ആറാണ് എന്ന് നമുക്കിതിൽ നിന്ന് കിട്ടും. സെറ്റാണല്ലോ അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. The picture shows a triangle drawn by joining the center of a circle and 2 points on the circle. Calculate the other 2 angles of the triangle എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, അതായത് ഇതിനെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വൃത്തത്തിൻ്റെ കേന്ദ്രവും വൃത്തത്തിലെ 2 ബിന്ദുക്കളും യോജിപ്പിച്ച് വരച്ചിരിക്കുന്ന ഒരു ത്രികോണമാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. ഈ ത്രികോണത്തിലെ മറ്റ് 2 കോണുകളും കണക്കാക്കുക എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. തന്നിട്ടുള്ള ഓരോ കാര്യത്തിനും ഓരോ ഇൻഫർമേഷനും ഭയങ്കരമായ വാല്യൂ ഉണ്ട് കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യനിൽ. ഇതിലെന്താ പറയുന്നത്? ദ പിക്ചർ ഷോസ് എ ട്രയാങ്കിൾ, ഒരു ട്രയാങ്കിൾ ഡ്രോൺ ബൈ ജോയിനിങ് ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ, സർക്കിളിൻ്റെ സെൻറ്റർ ആൻഡ് 2 പോയിൻറ്റ്സ് ഓൺ ദ സർക്കിൾ. ഈ ഒരു സർക്കിളിലുള്ള 2 പോയിൻറ്റ്സ്, സർക്കിളിൽ 2 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ പോയിൻറ്റും അങ്ങനെ സെൻറ്ററും അതുപോലെ സർക്കിളിൽ 2 പോയിൻറ്റുകളും കൂടെ ജോയിൻ ചെയ്തിട്ടാണ് നമുക്ക് ഈ തന്നിട്ടുള്ള ഈ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ട്രയാങ്കിളിന് എ ബി സി എന്ന് പേര് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു കാര്യം കിട്ടുമല്ലോ, അല്ലെങ്കിൽ ഒ ആണെന്ന് വിചാരിക്കാം കേട്ടോ. ഒ ആണെന്ന് പൊതുവേ നമ്മൾ സെൻറ്ററിന് ഒ ആണല്ലോ കൊടുക്കുക. അപ്പോൾ ഞാനത് ഇവിടെ ഒ കൊടുത്തു. ഈ എ ഒ എന്ന് പറയുന്ന ഭാഗം, എ ഒയും അതേപോലെ ബി ഒയും എന്താണ്? ഇതിൻ്റെ റേഡിയസ് ആണല്ലോ. സോ എ ഒ ഈക്വൽ ടു ബി ഒ എന്ന് കിട്ടും. അതെന്താണ്? റേഡിയസ് ആണ്.
എ ഒ ഈക്വൽ ടു ബി, എ ഒയും ബി ഒയും സമമാണ്. അതിന് കാരണം എന്താണ്? അത് ആ വൃത്തത്തിൻ്റെ ആരമാണ്. ഓക്കെ, എ ഒയും ബി ഒയും തുല്യമാകുന്നു കാരണം ഇതെന്താണ്? ഒരു വൃത്തത്തിൻ്റെ ആരമാണ്. ആരങ്ങൾ എപ്പോഴും തുല്യമായിരിക്കും. ഇനി ആരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു വൃത്തം, ആ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്നും നമ്മൾ വൃത്തത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോട്ട് വരയ്ക്കുന്ന വരകളെയൊക്കെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? ആ വൃത്തത്തിൻ്റെ ആരം അഥവാ റേഡിയസ് ആണ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ അതാണ് വൃത്തത്തിൻ്റെ ഇതൊക്കെ എന്താണ്? ഈ വൃത്തത്തിൻ്റെ ആരങ്ങളെല്ലാം അല്ലെങ്കിൽ റേഡിയസ് എല്ലാം തുല്യമായിരിക്കും. അപ്പോൾ എ ഒയും ബി ഒയും ഇവിടെ എന്താണ്? തുല്യമാണ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ത്രികോണം എന്ത് ത്രികോണമാണ്? ഒരു സമപാർശ്വ ത്രികോണമല്ലേ? അതായത് സോ ദിസ് ട്രയാങ്കിൾ ഈസ് അൻ ഐസോസിലസ് ട്രയാങ്കിൾ. ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഓക്കെ, അങ്ങനെ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എങ്ങനെയാണ് കോണുകൾ കണ്ടുപിടിക്കുക എന്നുള്ളത് അറിയാം അല്ലേ? ഒരു ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ അല്ലെങ്കിൽ ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ ഒരു കോണ് തന്നാൽ അടുത്ത കോണ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 180 നിന്നും തന്നിട്ടുള്ളത് മൈനസ് ചെയ്യുക. 180 നിന്നും 60 മൈനസ് ചെയ്യുമ്പോൾ 120 എന്നാണ് കിട്ടുക. ഇനി നമുക്ക് അതോടുകൂടി തീരുന്നില്ല. 120നെ നമ്മൾ 2 ആക്കുമ്പോഴാണ്, 120/2 ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെയുള്ള കോണ് കിട്ടുക. അപ്പോൾ ഇവിടെയുള്ള രണ്ട് കോണുകളും എത്രയാണെന്നാണ് കിട്ടുന്നത്? 60, 60. എങ്ങനെയല്ലേ കിട്ടുന്നത്? ആ രണ്ട് കോണുകളും നമ്മൾ കണ്ടുപിടിച്ചില്ലേ? 60, 60. ഇനി നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്തു. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ മാറ്റി തരും. അങ്ങനെയെങ്കിൽ ഈ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിളാണ്? അപ്പോൾ നമ്മൾ ആദ്യം ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്ന് വെച്ചിട്ടാണ് തുടങ്ങിയത്. പിന്നീട് അത് എന്താവുന്നുണ്ട്? ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണമായിട്ട് മാറുന്നുണ്ട് അല്ലേ? 60, 60. ഇപ്പോൾ നമുക്ക് ഒരു കാര്യം നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇങ്ങനെ നമുക്കൊരു ത്രികോണം തന്നിട്ടുണ്ടെങ്കിൽ ആ ത്രികോണത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്നും നമുക്കിങ്ങനെ ഇവിടെ 60 ഡിഗ്രിയാണ് തന്നിട്ടുള്ളതെങ്കിൽ ഇത് എപ്പോഴും എന്താവാറുണ്ട്? ഭുജ ത്രികോണമാവാറുണ്ട്. അതായത് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആവും കേട്ടോ. അവിടെ 60 ഡിഗ്രി ആണെങ്കിൽ എന്ത് ട്രയാങ്കിളാണ്? ഈക്വിലാറ്ററൽ ട്രയാങ്കിളാണ് അഥവാ സമഭുജ ത്രികോണമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ ബിലോ O is the center of the circle and A, B, C are points on the circle. What are the angles of triangles A, B, C? അതായത് ഇവിടെ ഇപ്പോൾ നമ്മളോട് പറയുന്നത്, താഴെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അതിൽ വൃത്തത്തിൻ്റെ കേന്ദ്രം O ആണ്. വൃത്തകേന്ദ്രം എന്നാണ് സെൻറ്റർ O ആണ്. എ ബി സി എന്നിവ വൃത്തത്തിലെ ബിന്ദുക്കളാണ്. എയും ബിയും സിയും ഒക്കെ എന്താണ്? വൃത്തത്തിനുള്ളിലെ ബിന്ദുക്കളാണ്. എങ്കിൽ ത്രികോണം എ ബി സിയുടെ കോണുകൾ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ത്രികോണം അല്ലേ, അതുപോലെ ഈ ഒരു ത്രികോണം, അതേപോലെ ഇവിടെ വേറൊരു ത്രികോണം, 3 ത്രികോണങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ? അതിനേക്കാളും വലിയ വേറൊരു ത്രികോണവും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നമ്മളിപ്പോൾ ഇത് O എന്ന് പറയുന്നത് സെൻറ്റർ ആണല്ലോ. ഈ സെൻറ്ററിലെ ഈ ഒരു സെൻറ്റർ ആണെന്ന് പറയുകയാണെങ്കിൽ ഇതിന് ചുറ്റും ഉണ്ടാകുന്ന ടോട്ടൽ ആംഗിൾ എത്രയാണെന്നറിയോ? അത് 360 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഈ ഭാഗത്ത് 120 തന്നിട്ടുണ്ട്, അതേപോലെ ഇവിടെയും 120 തന്നിട്ടുണ്ട്. അപ്പോൾ അത് 240 ആയില്ലേ അല്ലേ? 240. ഇനി ഇവിടെ എത്രയായിരിക്കും? 360 നിന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി? 240 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? വീണ്ടും 120 തന്നെ കിട്ടും. അപ്പോൾ ഈ O എന്ന് പറയുന്നത് ഇവിടെ 3 എന്താണ്? 120 ഡിഗ്രി, 120 ഡിഗ്രി, 120 ഡിഗ്രി അങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഇതുപോലെ ഒരു ഫിഗർ തന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലുള്ള ആംഗിൾ, അതായത് ഇതുപോലെ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഒരു ഏതെങ്കിലും കുറേ ഫിഗേഴ്സ് ഇങ്ങനെ തരും. ട്രയാങ്കിൾ, ഇവിടെ ഒരു ട്രയാങ്കിൾ, ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ ഒരു സെൻറ്ററിന് ചുറ്റും ഉണ്ടാകുന്നത്, അതായത് ആ ഒരു ഡോട്ടിന് ചുറ്റും ഉണ്ടാകുന്ന ആംഗിൾ എത്രയായിരിക്കും? എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും കേട്ടോ. ഓക്കെ, അത് മറന്നു പോകരുത്. അപ്പോൾ ഇവിടെ എന്താണ്? 120 ഡിഗ്രിയാണ്. അത് സെറ്റാണല്ലോ, സംഭവം സിമ്പിളാണ്. ഒരു സർക്കിളിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ഡോട്ടിന് ചുറ്റും ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. ഇവിടെ 120 തന്നു, ഇവിടെയും 120 തന്നു, അടുത്തും എന്തായിരിക്കും? 120 ആയിരിക്കും. അതെങ്ങനെ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ 360 നിന്നും 240 നമ്മൾ മൈനസ് ചെയ്തു. 240 എങ്ങനെ കിട്ടിയേ? ഇത് രണ്ടും കൂടെ കൂട്ടി. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ സെൻറ്ററിൽ നിന്നും ഇങ്ങോട്ടേക്കുള്ള ആംഗിൾ, സെൻറ്ററിൽ നിന്നും മുകളിലോട്ട് നമ്മൾ വരയ്ക്കുന്ന ഒരു വര, അതേപോലെ ഈ ഒരു ലൈന്, ഈ ലൈന്, ഇത് മൂന്നും എന്താണ്? സെൻറ്ററിൽ നിന്നും വൃത്തത്തിൻ്റെ ഒരു ഭാഗത്തോട്ട് നമ്മൾ വരയ്ക്കുന്നതല്ലേ? അതായത് AO എന്ന വശവും CO എന്ന വശവും BO എന്ന വശവും തുല്യമാണ്. അതെന്താണ്? റേഡിയസ് അല്ലേ? യെസ്, അത് റേഡിയസ് ആണ്. അങ്ങനെയെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ AOC എന്ന ട്രയാങ്കിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ AOC എന്ന് പറയുന്നത് എന്താണ്? ഒരു സമപാർശ്വ ത്രികോണമല്ലേ? അല്ലേ? അതായത് ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. എന്തുകൊണ്ടാണ്? രണ്ട് ഭാഗത്തും അത് റേഡിയസ് ആണ്, രണ്ടും ഈക്വൽ ആണ്. സോ രണ്ട് സൈഡുകളും എന്താണ്? രണ്ട് സൈഡും ഈക്വൽ ആയിട്ടുള്ള, രണ്ട് വശങ്ങൾ തുല്യമായിട്ടുള്ള ട്രയാങ്കിൾസിനെ നമ്മൾ ഐസോസിലസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണം എന്ന് പറയും. അപ്പോൾ ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ കോണുകൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാലോ. അത് ഞാനിവിടെ ട്രയാങ്കിൾ AOC എടുക്കുക കേട്ടോ. ട്രയാങ്കിൾ AOC എന്ന് പറഞ്ഞാൽ ഡൗട്ട് വരണ്ട. ഈ ഒരു ട്രയാങ്കിളിലെ OC എന്ന സൈഡും OC, അതേപോലെ തന്നെ AO അല്ലെങ്കിൽ OA എന്ന സൈഡും ഈക്വൽ ആണ്.
കാരണം എന്താണ്, ആ രണ്ടും റേഡിയസ് ആണ്. ഓക്കെ, റേഡിയസ് ആണ്, ആരാണ് കേട്ടോ, ആ ഒരു വൃത്തത്തിൻ്റെ ആരമാണ്, അതുകൊണ്ടാണ് അത് ഈക്വൽ ആയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ത്രികോണങ്ങളും എന്ത് ത്രികോണങ്ങളായി? ഐസോസിലസ് ട്രയാങ്കിൾ ആയി അല്ലേ? ഐസോസിലസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണമായി. സമപാർശ്വ ത്രികോണം. ഇനി അതങ്ങനെ എഴുതിയിട്ട് സമപാർശ്വ ത്രികോണമാണെങ്കിൽ നമുക്കിവിടെ AOCയിലെ O എന്ന് പറയുന്നത് 120 തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 180 മൈനസ് 120 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 60 കിട്ടും. ഈ 60നെ 2 ആക്കുക. 60/2 എത്രയാണ്? 30 അല്ലേ? അപ്പോൾ ഇവിടെയുള്ള ആംഗിൾ 30 ആയിരിക്കും, ഇവിടെയുള്ള ആംഗിൾ 30 ആയിരിക്കും. അപ്പോൾ ഈ ഒരു ത്രികോണത്തിൽ തന്നെ, ഈ ഒരു ത്രികോണത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ കോൺ സിയും അതേപോലെ കോൺ എയും എന്ത് കിട്ടും? 30 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആ രണ്ട് ഭാഗങ്ങൾ കിട്ടി അല്ലേ? യെസ്, അത് രണ്ടും കിട്ടി. അടുത്ത് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ത്രികോണം BOC ആണ് കേട്ടോ. BOC അല്ലെങ്കിൽ BCO, നിങ്ങൾക്ക് അങ്ങനെ എന്തും പേര് പറയാം. BOC എടുക്കുന്ന സമയത്ത് ഇവിടെ എന്താണ്? BO സമം CO, കാരണം റേഡിയസ് ആണ് അഥവാ വൃത്തത്തിൻ്റെ ആരങ്ങളാണ് അത് രണ്ടും, അതുകൊണ്ട് അത് തുല്യമാണ്. അപ്പോൾ ഇതെന്ത് ത്രികോണമായി? സമപാർശ്വ ത്രികോണമായി അഥവാ ഐസോസിലസ് ട്രയാങ്കിളായി സമപാർശ്വ ത്രികോണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 180 മൈനസ് 120 ചെയ്താൽ 60 കിട്ടും. ഇനി 60/2 ചെയ്താൽ നമുക്ക് 30 കിട്ടും. അപ്പോൾ ഇവിടെയും 30 കിട്ടി, അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് 30 കിട്ടി. സെറ്റല്ലേ? ഇനി അടുത്ത ത്രികോണം നോക്കാം, BOA. BOA എന്ന ത്രികോണം എടുക്കുന്ന സമയത്ത് എന്താണ്? BOAയിലും അതേപോലെ തന്നെ എഴുതാം. BO സമമാണ് AO എന്ന് എഴുതാം. ഓക്കെ, ഇതേപോലെ എഴുതണം കേട്ടോ. BOC എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ പേരുകളിൽ മാത്രം മാറ്റം കൊടുക്കാം. ഓക്കെ, ത്രികോണം BOC കൺസിഡർ ചെയ്യും. കൺസിഡർ ദ ട്രയാങ്കിൾ BOC, അതായത് BOC എന്ന ത്രികോണം പരിഗണിക്കുക എന്ന് കൊടുക്കുക. എന്നിട്ട് BOCയിൽ BO സമമാണ് OA എന്ന് കൊടുക്കുക, കാരണം ആരം അഥവാ റേഡിയസ്. ഓക്കെ, ഇതിൽ മലയാളം പറയുന്നത് മലയാളം മീഡിയം കുട്ടികൾ എഴുതണം, ഇംഗ്ലീഷിൽ പറയുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടികൾ എഴുതണം കേട്ടോ. ഓക്കെ, അങ്ങനെ രണ്ട് വശങ്ങൾ തുല്യമായിട്ടുള്ള ഒരു ത്രികോണത്തിനെ നമ്മൾ എന്ത് പറയും? സമപാർശ്വ ത്രികോണം എന്ന് പറയും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? 180, ബാക്കിയുള്ള കോണുകൾ കാണാൻ വേണ്ടിയിട്ട് 180 മൈനസ് 120 ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 60 ആണ് അല്ലേ? സോ 60/2 ചെയ്താൽ വീണ്ടും നമുക്ക് അതേപോലെ തന്നെ 30 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ ഇവിടെ നോക്കിയേ, കോൺ A ആണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് അല്ലേ? കോൺ A എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ഈ ത്രികോണത്തിലെ കോൺ A എന്ന് പറയുമ്പോൾ ഈ രണ്ട് ത്രികോണങ്ങളിലെയും, ഈ വലിയ ത്രികോണത്തിലെ കോൺ A എന്ന് പറയുന്നത് രണ്ട് ത്രികോണത്തിലെയും കോൺ Aകളുടെ തുകയല്ലേ? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴേ, അതായത് 30+30 എന്ന് പറയുമ്പോൾ 60. കോൺ B എന്ന് പറയുമ്പോഴോ ഇതിലെ ഈ രണ്ട് ത്രികോണങ്ങളിലും BOCയിലെയും അതേപോലെ BOAയിലെയും ത്രികോണങ്ങളുടെ B എന്ന കോണിൻ്റെ തുകയാണ് അല്ലേ? അതായത് ഇതിപ്പോൾ രണ്ടാക്കി മുറിച്ചതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? കോൺ B 60 ഡിഗ്രി കിട്ടി, കോൺ സിയും അതേപോലെ തന്നെ 60 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ കോൺ A 60, കോൺ B 60, കോൺ C 60. ഇത്രയേ ഉള്ളൂ നമുക്കിതിൽ ചെയ്യാൻ പറ്റാത്ത. ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ABC എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ABC എന്ന ത്രികോണത്തിലെ കോണുകൾ എന്ന് പറയുന്നത് കോൺ A 60, കോൺ B 60, കോൺ C 60 എന്നാണ്. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് ഇത് എന്ത് ത്രികോണമാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് എഴുതാൻ പറ്റും. 3 കോണുകളും തുല്യമായിട്ടുള്ള ത്രികോണത്തിന് നമ്മൾ പറയുന്ന പേരാണ് എന്താണ് പറയുന്നത്? ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണം എന്ന് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഈച്ച് പെയർ ഓഫ് ട്രയാങ്കിൾസ് ബിലോ ഫൈൻഡ് ഔട്ട് ദ other angle in both triangle is this triangle are equal. If then find matching pairs of sides and write their names. സിമ്പിൾ ആണ് അല്ലേ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? താഴെ രണ്ട് ത്രികോണങ്ങൾ തന്നിട്ടുണ്ട്. ഈ രണ്ട് ത്രികോണങ്ങളിലെയും മൂന്നാമത്തെ കോണ് കണ്ടുപിടിക്കണം. ഈ ത്രികോണങ്ങൾ തുല്യമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എങ്കിൽ തുല്യമായ വശങ്ങൾ കണ്ടെത്തി അവയുടെ പേര് എഴുതുക എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ ഇപ്പോൾ നമ്മളോട് മൂന്നാമത്തെ കോണ് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോൺ L 30 കോൺ M 80. അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ ത്രികോണം LMN എന്ന് കൊടുക്കുക കേട്ടോ. LMN. ഓക്കെ, ഇനി ഇതിൽ കോൺ L എന്ന് പറയുന്നത് 30, കോൺ M എന്ന് പറയുന്നത് 80. അങ്ങനെയാണെങ്കിൽ കോൺ N എന്ന് പറയുന്നത് എന്തായിരിക്കും? 180 നിന്നും 80+30, 80 കൂട്ടിയത് എന്ത് ചെയ്താൽ മതി? 150 നിന്ന് കുറച്ചാൽ മതി അല്ലേ? 180 നിന്നും 80+30 എന്ന് പറയുമ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 110 ആണ് അല്ലേ? ഇനി 180 നിന്ന് 110 കുറച്ചാൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 70 കിട്ടും. അപ്പോൾ ഇവിടുത്തെ കോൺ 70. അതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. അതേപോലെ നമ്മൾ ഇതും ചെയ്യാം. XYZ 70+30. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 80 എന്ന് കിട്ടും. ഇതേ രീതിയിൽ തന്നെ അതും ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, 80+30 എന്ന് പറയാം. 70+30 അല്ലേ? 70+30 എന്ന് പറയാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 100 ആണ്. 180 മൈനസ് 100 എന്ന് പറയുമ്പോൾ 80 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. അടുത്തത് എന്താ ചോദിക്കുന്നത്? ഈസ് ദീസ് ട്രയാങ്കിൾ ആർ ഈക്വൽ. ഈ ട്രയാങ്കിൾസ് ഈക്വൽ ആണോ? അത് നമ്മളെങ്ങനെയാണ് നോക്കാം? ട്രയാങ്കിൾസ് എങ്ങനെ ഈക്വൽ ആവുകയെന്ന് നോക്കാം.
ഇവിടെ ഇപ്പോൾ ഓരോ ആംഗിളുകൾ നോക്കണം. അതേപോലെ സൈഡ് തന്നിട്ടുണ്ടല്ലേ. എല്ലാ ആംഗിളും ഈക്വൽ ആണ് എന്ന് കരുതിയിട്ട് എന്താവുന്നില്ല, ഇത് ഈക്വൽ ട്രയാങ്കിൾ ആകില്ല. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. പക്ഷേ ഇവിടെ ഒരു സൈഡും കൂടെ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ എൽ എൻ എന്ന സൈഡ് 8 സെൻറ്റിമീറ്റർ ആണ്. അതേപോലെ എക്സ് വൈയും 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഓരോ സൈഡുകൾ ഈക്വൽ ആണ്. ഇനി ഈ സൈഡിൻ്റെ എൻഡിലുണ്ടാവുന്ന ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, ഈ സൈഡിൻ്റെ എൻഡിലുണ്ടാവുന്ന ആംഗിൾ, ഒരു ആംഗിൾ 30 ഡിഗ്രിയാണ്. ഒരു ആംഗിൾ ഇവിടെ എത്രയാണ് വന്നിട്ടുണ്ടായിരുന്നത്, 70 ഡിഗ്രിയാണ് അല്ലേ. അതേപോലെ തന്നെയല്ലേ ഇവിടെയും ഈ സൈഡ് ഈക്വൽ ആയിട്ടുള്ള ഈ സൈഡിൻ്റെ എൻഡിൽ കിടക്കുന്ന 70 ഡിഗ്രിയും 30 ഡിഗ്രിയുമാണ്. ഓക്കെ, അപ്പോൾ ഇത് തുല്യമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം, യെസ് ദീസ് ടു ട്രയാങ്കിൾസ് ആർ ഈക്വൽ. ഇനി എന്തുകൊണ്ടാണ് ഈക്വൽ ആവുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ഇവിടെ, എ ആണ് അല്ലേ. ആംഗിൾ സൈഡ് ആംഗിൾ ആണ്, അതായത് ഒരു വശവും അതിൻ്റെ രണ്ടറ്റത്തുള്ള കോണുകളും തുല്യമാണ് രണ്ട് ത്രികോണത്തിലും. അതുകൊണ്ടാണ് ഇത് തുല്യമാവുന്നതെന്ന് നിങ്ങൾ വേർഡ്സിൽ അവിടെ എഴുതാം. ഇനി അടുത്തത് എന്താ നമ്മളോട് ചോദിക്കുന്നത്, ഇഫ് ദെൻ, ഇപ്പോൾ ഈക്വൽ ആണ് തുല്യമാണെന്ന് നമ്മൾ പറഞ്ഞു. ഇഫ് ദെൻ ഫൈൻഡ് മാച്ചിങ് പെയേഴ്സ് ഓഫ് സൈഡ്സ് ആൻഡ് റൈറ്റ് ദെയർ നെയിംസ് എന്നാണ്. അപ്പോൾ സൈഡ്സ് ചോദിക്കുമ്പോൾ നമുക്ക് ഈക്വൽ ആയിട്ടുള്ള കോണുകൾ ഏതൊക്കെയാണെന്ന് എഴുതണം. അപ്പോൾ LMNൽ നമുക്ക് ഏതൊക്കെയാണ് എഴുതുന്നത്, ഞാൻ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാണെങ്കിൽ ഇങ്ങനെ എഴുതാം കേട്ടോ. ആദ്യം LMN എന്ന് കൊടുക്കാം, എന്നിട്ട് XYZ എന്ന് കൊടുക്കാം. ഇനി ഓരോ ത്രികോണത്തിലും ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ കോണുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. LMNൽ കോൺ എം ഈക്വൽ ആണ് XYZലെ 30 ഡിഗ്രിയുള്ള കോൺ Y അല്ലേ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, കോൺ എം ഈക്വലാണ് കോൺ Y എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത്, ഈ എമ്മിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഉണ്ടല്ലോ, ഏതാണത്, LN അല്ലേ. LN ഈക്വൽ ആണ് വൈയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഏതാണ്, വൈയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന XZ. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് കോൺ എം അല്ലേ, കോൺ എം എന്ന് പറയുമ്പോൾ എം അല്ലല്ലോ അല്ലേ, എം അല്ലായിരുന്നു, അത് L ആയിരുന്നു അല്ലേ. ഓക്കെ, ഇത് L ആയിരുന്നു കേട്ടോ, ഇവിടെ ഉള്ളത് L ആണ്, എൻ്റെ അടുത്ത് മാറിപ്പോയതാണ് കേട്ടോ, സോറി. ഇനി അടുത്തത് കോൺ L അല്ലേ, അടുത്തത് ഏതാണ്, കോൺ എം. നേരത്തെ L പറഞ്ഞു, ഇനി എം എത്രയായിരുന്നു, 80 ഡിഗ്രി ആയിരുന്നു, 80 ഡിഗ്രി ആയിരുന്നു. കോൺ എമ്മിനോട് ഈക്വൽ ആയിട്ടുള്ളത് ഇവിടെ നിന്ന് ഏതാണ്, 80 ഡിഗ്രി ഉള്ളത് കോൺ Z ആണ്. ഇതിൽ നിന്ന് നമുക്ക് ഏതൊക്കെയാണ് വശങ്ങളാണെന്ന് കിട്ടും അല്ലേ, വശങ്ങൾ ദാറ്റ് ഇംപ്ലൈസ് ആട്ടോ. ഏതൊക്കെയാണ് വശങ്ങൾ ഈക്വൽ ആയിട്ട് കിട്ടുന്നത്, എമ്മിൻ്റെ നേരെ എതിരെയുള്ള NL ആണ് കിട്ടുന്നത്, NL ഈക്വൽ. സെഡിൻ്റെ നേരെ എതിരെയുള്ള XY, അതാണ് നമുക്ക് കിട്ടും. ഇനി അടുത്ത കോണാണ് കോൺ N എന്ന് പറയുന്നത്. കോൺ N എന്ന് പറയുന്നതിനോട് ഈക്വൽ ആണ് ഏത്, യെസ്, കോൺ X എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഏതൊക്കെ സൈഡുകളാണ് ഈക്വൽ ആയിട്ട് കിട്ടുന്നത്, എന്നിൻ്റെ നേരെ എതിരെയുള്ള ML എന്ന സൈഡും അതേപോലെ തന്നെ എക്സിൻ്റെ നേരെ എതിരെയുള്ള YZ എന്ന സൈഡും നമുക്ക് ഈക്വൽ ആണെന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ഏതൊക്കെ സൈഡുകളാണ് ഈക്വൽ ആയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ LN എന്ന സൈഡും XZ എന്ന സൈഡും ഈക്വൽ ആണ്. അതേപോലെ തന്നെ വീണ്ടും ഇവിടെ മാറിപ്പോയിട്ടുണ്ട് അല്ലേ, കോൺ L എന്ന് ഇവിടെ എഴുതിയപ്പോൾ ഇവിടെ എന്ത് കൊടുക്കണം, MN ആണ് വരുന്നത് അല്ലേ. MN എന്ന സൈഡും XZ എന്ന സൈഡും ഈക്വൽ ആണ്. അതേപോലെ NL എന്ന സൈഡും XY എന്ന സൈഡും ഈക്വൽ ആണ്. ML എന്ന സൈഡും YZ എന്ന സൈഡും ഈക്വൽ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് സൈഡുകൾ ഈക്വൽ ആയിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.